സംഘപരിവാർ ഹിഡൻ അജണ്ടയുടെ മൂർച്ച കൂട്ടിയാണ് JPC-യിലൂടെ പുറത്തുവരുന്നതെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ MP. JPC റിപ്പോർട്ട് കൂടുതൽ അപകടകരമാകും. പ്രതിപക്ഷ എംപിമാരെ JPC-യിൽ അവഗണിച്ചു. സർക്കാരാണ് ഏറ്റവും വലിയ കയ്യേറ്റക്കാരെന്നും ബില്ല് പാസാക്കിയാൽ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും ഇ.ടി. മീഡിയ വണിനോട് പറഞ്ഞു. വഖഫ് ഭേദഗതി ബില്ലിന് മേലുണ്ടായ JPC വളരെ വേഗത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത്. ഇതേക്കുറിച്ച് സംസാരിക്കാൻ മുസ്ലിം ലീഗ് MP ഇ.ടി. മുഹമ്മദ് ബഷീർ നമ്മോടൊപ്പം ചേരുകയാണ്. ഇത് വളരെ അതിവേഗത്തിലാണ് ഈ ഇത്തരത്തിലുള്ള തെളിവെടുപ്പ് നടത്തുന്നു, അതേപോലെ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ എല്ലാവിധ ആവശ്യങ്ങളും അവഗണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. എല്ലാം നാടകീയമാണ്, ക്രൂരമാണ്. ആദ്യ തുടക്കത്തിൽ തന്നെ അവർ പറഞ്ഞു ഈ ഇതിൽ പാസ്സാക്കണം, ഈ ബജറ്റ് സമ്മേളനത്തിൻ്റെ അവസാനത്തിൽ പാസ്സാക്കണം. അതിൻ്റെ ഇടയിൽ ആർക്കെന്താ പറയാനുള്ളത്, എന്താ തെളിവ്, എന്താ വിശദീകരിക്കണമെന്നത് സമ്മതിച്ചില്ല. മന്ത്രിമാർ MLA MP ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിനുള്ള മറുപടി പോലും വന്നിട്ടില്ല. അപ്പോൾ അവരോടെല്ലാം തന്നെ ആദ്യം തന്നെ അതിനെ നിസ്സാരവൽക്കരിച്ചിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ MP സ്വരം പാടെ നിഷേധിച്ചിട്ട് ഇവർക്ക് വേണ്ട മുഹമ്മദ് ബഷീർ MPയുടെ പ്രതികരണമാണ് കണ്ടത്.